ടൈൽസ്, ബാത്ത് വെയർ, അതുപോലെ ഹാർഡ്വെയർ ഷോറൂമൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രീലാൻസറൊക്കെ ആണെങ്കിൽ ഈ ഒരു യൂസ് കേസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതിൻ്റെ ഒരു ആഡ് കണ്ടതാണ്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു മെസ്സേജ് എടുക്കുന്നത് ജസ്റ്റ് സെൻഡ് ചെയ്തു. അപ്പോൾ ഈ ടൈലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു വെൽക്കം മെസ്സേജ് അയച്ചു തന്നു, ലാംഗ്വേജ് സെലക്ട് ചെയ്യാനെല്ലാം പറഞ്ഞിട്ട് ഞാൻ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. പേര് ചോദിക്കുന്നു, ഞാൻ പേര് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ നമ്മുടെ പിൻകോഡ് ചോദിക്കുന്നുണ്ട്, ഞാനും ജസ്റ്റ് ഒരു പിൻകോഡ് കൊടുത്തു. ഏത് കാറ്റഗറിയാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്, ടൈലിലാണോ ബാത്ത് വെയർ ആണോ എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ടൈല് സെലക്ട് ചെയ്ത് കൊടുത്തു. ഡീലർഷിപ്പ് എൻക്വയറി, പ്രോഡക്റ്റ് എൻക്വയറി, ജോബ് ഓപ്പണിങ്, കസ്റ്റമർ കംപ്ലയിൻറ്റ്, ടൈൽ കാൽക്കുലേറ്റർ, എക്സ്പോർട്ട് എൻക്വയറി, ഇങ്ങനെ കുറേ ഇതായിട്ട് പ്രോഡക്റ്റ് എൻക്വയറി നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കും. എപ്പോഴാണ് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, വിത്തിൻ 60 days. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഒരു ലീഡ് ക്വാളിഫിക്കേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രോഡക്റ്റുകൾ ഇതാക്കേണ്ട ലൊക്കേഷൻ, ഫീല്, കളറ്, സൈസ് ആ രൂപത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സെഗ്മെൻറ്റൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലൊക്കേഷൻ ഇതിപ്പോൾ റൂംസിന്, ടോയ്ലറ്റ്സിന്, ഹാളിന് ആ രൂപത്തിലായിരിക്കാം ചിലപ്പോൾ. നോക്കാം കേട്ടോ. കൊമേഴ്ഷ്യൽ, റെസിഡൻഷ്യൽ, ഗവൺമെൻറ് പ്രോജക്റ്റ്. ഇപ്പോൾ റെസിഡൻഷ്യൽ സെലക്ട് ചെയ്താൽ നമുക്ക് ഏതൊക്കെ ലൊക്കേഷൻസിനാണുള്ളത്. ലിവിങ്, ബാത്റൂം, ബെഡ്റൂം, കിച്ചണ്, ഔട്ട്ഡോർ, ബാൽക്കണി, കണ്ടോ ഓരോ സ്പെസിഫൈ ചെയ്തിട്ട് ഞാൻ ബെഡ്റൂം സെലക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് കളക്ഷൻ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ലിങ്ക് തന്നു നമുക്ക്. ടോട്ടൽ ഏരിയ എത്രയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചു. അപ്പോൾ 0 to 3,000 square feet എന്നുള്ളത് സെലക്ട് ചെയ്തു. അവർ ടീം നമ്മളെ കണക്ട് ചെയ്യും. ഇമ്മീഡിയറ്റ് അസിസ്റ്റൻസ് വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ കണക്ട് ചെയ്യാം. ഇനി ഡിജിറ്റൽ ഷോറൂം സന്ദർശിക്കാനായിട്ട് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അതുപോലെ വിർച്വൽ സ്പേസ് ക്രിയേറ്റ്, ഇതൊന്നും ജസ്റ്റ് നമുക്കിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. വിർച്വൽ സ്പേസ് എന്താണുള്ളത്, കൊണ്ടൊരു AR VR മോഡലുള്ളൊരു സംഭവമാണ് തോന്നുന്നുണ്ട്. ഇവിടെ അവർ താങ്ക് യു മെസ്സേജ് വന്നു, എന്തെങ്കിലും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് യെസ് ആണെങ്കിൽ പിന്നെ വീണ്ടും മെയിൻ മെനുവിലേക്ക് പോകുന്ന രൂപത്തിലാവും. ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാനുണ്ടോ എന്ന് വെച്ചിട്ട് അപ്പോൾ യെസ് കൊടുക്കുക. അപ്പോൾ ഏത് റേറ്റിംഗ് പോയിട്ടാണ്, റേറ്റിംഗ് 1 to 5ൻ്റെ നമ്മൾ 5 തന്നെ കൊടുത്തു. അത് ഈ ഒരു ചാറ്റ് ബോട്ടിനെ ആളുകളുടെ ഇടയിൽ എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് അവർ ടെസ്റ്റ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും കമൻറ്റ് കൊടുക്കുകയാണ്, നത്തിങ്. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് ഒരു താങ്ക് യു മെസ്സേജ് വന്നു. ഇനി എന്തെങ്കിലും പുതിയൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ഇത്രേ ഉള്ളൂ സിംബോളോ ടൈൽസിൻ്റെ. ഇതിൽ കുറേ നമ്മൾ ക്ലിക്ക് വന്നിട്ടുണ്ട് കണ്ടോ. ജസ്റ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, ഒരു 11ഓളം ക്ലിക്കുകൾ ഈ നമ്മുടെ ഒരു ലീഡ് ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടും പിന്നെ 3 അവർ സർവേ എന്നുള്ള രൂപത്തിലും ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളുടെ ബിസിനസ്സിൽ ചെയ്യാം. പുതിയ പുതിയ ടെക്നോളജികൾ നിങ്ങൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് സെയിൽ കിട്ടുന്നില്ല, ക്വാളിറ്റി ലീഡ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെയൊക്കെ ലീഡ് ക്വാളിഫിക്കേഷനും ലീഡ് നെർച്ചറിങ് ഒക്കെ വേണ്ടിയിട്ടുള്ള ഇഷ്ടംപോലെ ടെക്നോളജികൾ അവൈലബിൾ ആണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനോടും അതുപോലെ ബിസിനസ് ഓണേഴ്സിനോടും പറയാനുള്ളത്, നിങ്ങൾ പുതിയ ടെക്നോളജികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക. നിങ്ങൾക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ബയോയിലും എല്ലാം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെയുണ്ടോ ലിങ്ക്, കണക്ട് ചെയ്യാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.